പുതിയ സർക്കാരിന്റെ കന്നി ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ നെൽകർഷകർ. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത റിവോൾവിംഗ് ഫണ്ട് ആദ്യ ബജറ്റിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ കർഷകർ കരുതുന്നുണ്ട്. നെല്ലിന്റെ അടിസ്ഥാന വില 35 രൂപ ആക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. കർഷകരുടെ ദുരിതം ചൂണ്ടിക്കാട്ടി അധികാരത്തിലെത്തിയ സർക്കാരിന് തങ്ങളെ അവഗണിക്കാൻ കഴിയില്ല എന്ന് നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന അധ്യക്ഷ റെജീന അഷ്റഫ് പറയുന്നു. പുതിയ സർക്കാരിന്റെ കന്നി ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ കർഷകർ, പ്രത്യേകിച്ച് നെൽ കർഷകർ. അവർ കാലങ്ങളായി വലിയ പ്രതിസന്ധിയിലാണ്. എന്നോടൊപ്പമുള്ളത് നെൽകർഷക സംരക്ഷണ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായ റെജീന അഷ്റഫാണ്. എന്താണ് ഈ ബജറ്റിലെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ശരിക്കും UDF പ്രകടന പത്രികയിലുണ്ടായിരുന്ന റിവോൾവിംഗ് ഫണ്ടും അതോടൊപ്പം നെൽവില 35 രൂപയാക്കുക, അത് രണ്ടും ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നെൽകർഷകനെ മുന്നോട്ട് നയിക്കാനായിട്ട്, കാരണം ഇപ്പം ഞങ്ങൾക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതിനുള്ള എന്തെങ്കിലും പാക്കേജും ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഏറ്റെടുക്കൽ, പിന്നീട് അതിൻ്റെ പൈസ കൊടുക്കൽ, ഇതെല്ലാമാണ് പ്രതിസന്ധിയായി നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിക്കുന്നത്. അതിനൊരു പരിഹാരം ഈ ഫണ്ട് വന്നാൽ ഉണ്ടാകുമോ? എങ്ങനെയാണ് അത്? റിവോൾവിംഗ് ഫണ്ട് വന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പണം കിട്ടുന്നതിനുള്ള പ്രതിസന്ധി ഒഴിവാകും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ആ ഉൽപ്പാദന ചെലവിന് ആനുപാതികമായിട്ടല്ല ഒരിക്കലും നമുക്ക് വില ലഭിക്കുന്നത്. ഈ 30 രൂപ എന്നുള്ളത് ഈ വർഷമാണ് 28 രൂപ 20 പൈസയായിരുന്നു. ഈ 30 രൂപ എന്നുള്ളത് ഒരിക്കലും നമുക്ക് കംഫർട്ടബിൾ അല്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമുക്ക് നെൽവില കൂട്ടുകയും, അതുപോലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കിഴിവ് സമ്പ്രദായമാണ്. ഈ വർഷം ഏറ്റവും കൂടുതൽ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളുള്ളതാണ്. നെല്ലെടുക്കുവാൻ വേണ്ടി ഈ 4 മാസം എന്ന് വെച്ചാൽ 120 ദിവസമാണ് ഒരു കാർഷിക പീരീഡ്, നെൽകൃഷിയുടെ പീരീഡ്. ഈ 120 ദിവസവും ഞങ്ങൾ വരുമാനമില്ലാത്ത കർഷകരാണ്. വരുമാനമില്ലാതെ കൃഷി ചെയ്തതിന് ശേഷം പിന്നെയും ഞങ്ങളുടെ നെല്ലെടുക്കാൻ ഓരോ വാതുക്കലും ചെന്ന് ഞങ്ങൾ കേഴുകയെ, അതാ സത്യം. ഇതെടുത്തുകൊണ്ട് മഴ പെയ്താൽ ഇത് നശിച്ചു പോകും. ആ ഒരു അവസ്ഥ മുതലെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഓരോ ഓഫീസിൻ്റെ വാതുക്കലും കളക്ട്രേറ്റ് വരെ ഞങ്ങൾ ചെല്ലുകയും ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് എടുത്തുകൊണ്ട് പോകണമെന്ന് പറയും. നിവൃത്തികെട്ട് കുറച്ച് കർഷകർ 10 കിലോ 12 കിലോ 15 കിലോ കിഴിവിന് വരെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു നേട്ടവും, ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം ശരിക്കും പറഞ്ഞാൽ ഇടനിലക്കാർക്കും മറ്റുള്ളവർക്കുമാണ്. നെൽ കർഷകനെ സംബന്ധിച്ചിടത്തോളം യാതൊരു നേട്ടവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ ഗവൺമെന്റിനെ ധരിപ്പിച്ചിട്ടുണ്ടോ? ഈ ബജറ്റ് വരികയാണ്, അതിന് മുമ്പ് സാധാരണ ഗതിയിൽ കാണാറുണ്ടോ? ആദ്യ വർഷം തന്നെ UDFന്റെ പ്രകടന പത്രികയിലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാകണം എന്നുള്ളതാണോ? സത്യം പറഞ്ഞാൽ എല്ലാവരെയും അവർ പരിഗണിക്കുന്നുണ്ട്. ആശമാരെ പരിഗണിച്ചു, അങ്ങനെ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്നം മുട്ടുന്നവരാണ് നെൽകർഷകർ. അത് മറന്നൊരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പല പ്രാവശ്യവും അവർ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് നെൽകർഷകൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് വാദിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം അന്നമൂട്ടുന്നവനെ കൈപിടിച്ചുയർത്തിയില്ലെങ്കിൽ നാട് നശിക്കുമെന്നുള്ള ഒരു സത്യം കൂടിയുണ്ട്. അത് ഞങ്ങളോട് കൂടി നിൽക്കുമെന്നും ഞങ്ങളെ കൈപിടിച്ചുയർത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നീറുന്ന പ്രശ്നമാണ്, അതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. കാലങ്ങളായി കർഷകർ വലിയ ദുരിതത്തിലാണ്. UDF വാക്ക് പറഞ്ഞിരുന്നതാണ്, ആ വാക്ക് പാലിക്കുമെന്ന പ്രതീക്ഷയോടെ ബജറ്റിനെ അവർ കാത്തിരിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.